നമ്മൾ ഒരുപാട് നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരാ, പ്രാർത്ഥിക്കുന്നവരാ, ആവശ്യങ്ങൾ നിരന്തരമായി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നവരാ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വചനഭാഗത്തിന്റെ സന്ദേശമനുസരിച്ച് നമ്മൾ ആവശ്യപ്പെടുന്നതും നിയോഗങ്ങൾ സമർപ്പിക്കുന്നതും എല്ലാം ഏറെക്കുറെ 90% വൃഥാവിലായി പോകുന്നതിനൊരു കാരണം എന്താണ് ചോദിക്കേണ്ടത് എന്നുള്ള ബോധ്യത്തിന്റെ കുറവാണ് എന്നുള്ളതാണ്. കർത്താവിനോട് ആവശ്യപ്പെട്ടത് എന്താണ്, കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചത് എന്താണ്, ഏത് യോഗ്യതയോടെയാണ് നമ്മളത് നിയോഗമായി സമർപ്പിച്ചിരിക്കുന്നുള്ള ഉൾക്കാഴ്ച നമുക്കുണ്ടെങ്കിൽ ആ നിയോഗങ്ങളുടെ മേൽ അഭിഷേകം ഉണ്ടാകും എന്നുള്ളതാണ്. പരിശുദ്ധമായ തേജസ്കരണ കാലത്തെ 4ാമത്തെ ഞായറാഴ്ച നാം ഇന്ന് പരിശുദ്ധമായ ബലിയിൽ സംബന്ധിക്കുമ്പോൾ കർത്താവ് യേശു മിശിഹായുടെ ജീവിതത്തിൽ അവിടുന്ന് അനുവർത്തിച്ച ജീവിതത്തിന്റെ നിഷ്ഠ എപ്രകാരമാണ് രൂപപ്പെടുത്തിയെടുത്തത് എന്ന് നമ്മെ വ്യക്തമായി മനസ്സിലാക്കി തരുന്ന പരിശുദ്ധമായ വചനമാണ് ഇന്ന് നമുക്ക് സഭ നൽകിയത്. പരിശുദ്ധനായ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ 35 മുതൽ 45 വരെയുള്ള തിരുവചന ഭാഗത്ത് ഏറ്റവും പ്രധാനമായി 2 വചനങ്ങളാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 36-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കർത്താവിൻ്റെ അരുമ ശിഷ്യന്മാര് ഈശോയുടെ അരികിലേക്ക് വന്നിട്ട് അതിൽ സബദീ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഈശോയോട് വളരെ വ്യക്തിപരമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിന് ഉത്തരമായി അവരോട് സംസാരിക്കുന്ന രംഗമാണ് ഏറ്റവും മനോഹരമായി വിചിത്രമായി നമ്മെ ചിന്തിപ്പിക്കേണ്ടത്. ഒന്നാമത് നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് കർത്താവ് യേശു മിശിഹായുടെ ശിഷ്യന്മാരാണ് കർത്താവിൻ്റെ അരികിൽ വന്ന് ഈ ചോദ്യങ്ങൾ നടത്തുക. 2 അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കർത്താവ് യേശു മിശിഹ പ്രത്യേകമായി പേര് ചൊല്ലി വിളിച്ച് വേർതിരിച്ച് തൻ്റെ കൂടെ ചേർത്തവരാണ്. ആ വിളിച്ച് വേർതിരിച്ച ശിഷ്യന്മാരുടെ ജീവിതത്തിന് വ്യക്തമായ ബോധ്യവും ലക്ഷ്യവും ഈശോ അവർക്ക് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്പഷ്ടമായി ഇതിനു മുമ്പുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് സ്നേഹന്മാരിൽ ഈ പ്രധാനികളായ 2 പേരും എന്ന് ഈശോയോട് ആവശ്യപ്പെട്ടത്. വചനത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോഴാണ് എന്തുകൊണ്ടാണ് ശിഷ്യന്മാരെ ഈശോ തിരഞ്ഞെടുത്തതെന്നും എന്താണ് അവരിൽ നിന്നും യഥാർത്ഥമായി വീക്ഷിക്കുന്നതെന്നും പഠിപ്പിക്കുന്ന പാഠത്തിന്റെ രത്നച്ചുരുക്കമാകുന്ന ഉള്ളടക്കം നൽകിയിരിക്കുന്നത് 45-ാമത്തെ തിരുവചനത്തിലാണ്. അവിടെ ഈശോ ഇപ്രകാരം പറയുന്നു: ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചന ദ്രവ്യമായി ഭവിക്കുവാനുമാണ്, മാറാനുമാണ്. ഇത് വ്യക്തമായി പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് ഈശോയുടെ കാഴ്ചപ്പാട് വ്യക്തമായി പഠിപ്പിക്കുക. ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് ഈശോ വന്നതിൻ്റെ യഥാർത്ഥമായ കാതലായ ദൗത്യത്തിന്റെ ലക്ഷ്യം ഈ അവസാനം പറയപ്പെടുന്ന തിരുവചനത്തിലാണ്. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അത് അനേകർക്ക് മോചനദ്രവ്യമായി മാറാനുമാണ്. കാഴ്ചപ്പാടിലെ മാറ്റം അനിവാര്യമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ക്രിസ്തു ശിഷ്യ ബന്ധത്തിലെ ആ ടീച്ചിങ് നമ്മെ ബോധ്യപ്പെടുത്തട്ടെ. ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? ആ ചോദ്യത്തിന്റെ ഉത്തരം വന്നു ഭവിക്കുന്നത് 45-ാമത്തെ തിരുവചനമാവുന്ന മോചനദ്രവ്യമായി മാറുന്ന കർത്താവ് യേശു മിശിഹായുടെ സ്വഭാവത്തിലേക്കാണ്. നിങ്ങൾ എന്നെ കണ്ടത് മാറിപ്പോയി. ഞാൻ നിങ്ങളുടെ കൂടെ നടക്കുന്നത് മറ്റൊരു കാര്യം നിങ്ങളിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടിയാണ്. ഈ അന്തരം നമ്മളിൽ കിടക്കുന്നിടത്തോളം കാലം വ്യക്തതയോടെ ദൈവരാജ്യ സ്ഥാപനത്തിന്റെ പ്രവർത്തകരാകാൻ, അതിന്റെ ശുശ്രൂഷകരാകാൻ നമുക്ക് സാധിക്കില്ല എന്ന് അസന്നിഗ്ധം ഈശോ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റു വായനകളിലെ ഉദ്ധരണികൾ സമർപ്പിച്ചുകൊണ്ട് ഈശോ പറയുകയാണ്:
പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെ വായിക്കുമ്പോൾ കർത്താവ് യേശു മിശിഹ എല്ലാവർക്കും വേണ്ടി ദാസന്റെ രൂപം സ്വീകരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്ന് വായിച്ചു കേട്ട വചന വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിത്വങ്ങളായി നമ്മൾ മാറണം. കുറച്ചുകൂടി ഒരു പടിയുടെ മുന്നോട്ട് മാറിയാൽ എസെക്കിയേലിന്റെ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ കാണുന്നത് ജീവന്റെ നദിയാവുന്ന പരിശുദ്ധാത്മാവിന്റെ അരൂപിയാൽ നിറയണം. പരിശുദ്ധാത്മാവിന്റെ അരൂപിയാൽ നിറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് ഉള്ള ഉൾക്കാഴ്ച നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം വൃഥാവിലാണ്. അതുകൊണ്ട് നീ ചോദിക്കേണ്ടത് നീ കൃത്യമായി തിരിച്ചറിയണം. ദൈവത്തോടാണ് നീ ആവശ്യപ്പെടുന്നത്, ദൈവത്തിന് മുമ്പിലാണ് നീ സമർപ്പിക്കുന്നത്, ദൈവസമക്ഷമാണ് നീ നിൽക്കുന്നത്. അവിടുത്തെ കടാക്ഷം നിന്റെ മേൽ ഉണ്ടാകണമെങ്കിൽ നീ യോഗ്യതയോടെ നിൽക്കണം എന്നുള്ള ബോധ്യം നിനക്കുണ്ടാകണം. അങ്ങനെ യോഗ്യതയോടെ നിൽക്കണം എന്നുള്ള ബോധ്യം നമ്മെ പഠിപ്പിക്കുന്നത് നിന്റെ ബലഹീനതകളിലാണ്. പൗലോസ് കൊരിന്ത്യസിലെ സഭയ്ക്ക് 2-ാം ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 9-ാമത്തെ വാക്യം വരുമ്പോൾ പറയും, നിനക്ക് എൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എന്റെ ശക്തി മനസ്സിലാക്കേണ്ടത്. നിന്റെ ശക്തി മനസ്സിലാക്കേണ്ടത് നിന്റെ ബലഹീനതകളില്ല. പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് നീ ആരായിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുക. നിന്റെ ബലഹീനത എന്താണെന്ന് ആദ്യമേ നീ അറിയണം. അതിനുശേഷം വേണം ഇനി ദേവാലയത്തിന്റെ പ്രധാന കവാടം കടന്ന് ആലയത്തിലേക്ക് കയറാൻ. നീ എല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമാണെന്ന് ധരിച്ചാൽ നീ കയറുന്നതെങ്കിൽ നിന്റെ അപേക്ഷകളോ യാചനകളോ നിയോഗങ്ങളോ ഒന്നും ഫലപ്രാപ്തിയിലെത്തുകയില്ല. നീ ആരായിരിക്കുന്നോ ഈ ഒരു കഴിഞ്ഞ നിമിഷം വരെ, ഈ കഴിഞ്ഞ മണിക്കൂറുകൾ വരെ നീ എന്തായിരുന്നു? നിന്റെ ബലഹീനത. ആ ബലഹീനതയുടെ ആഴം ബോധ്യപ്പെടുന്നവനാണ് ദൈവഹിതം നിറവേറുന്നത്. യാക്കോബും യോഹന്നാനും ഈ ബലഹീനതയിൽ തിരിച്ചറിവില്ലാത്തവരായിട്ട് നിന്നുകൊണ്ടാണ് ഈശോയോട് വന്ന് ചോദിക്കുക. മറ്റു ശിഷ്യന്മാർക്കെല്ലാം ഈ 2 പേരോട് അമർഷം തോന്നി. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങൾ എന്തായി ചോദിച്ചത്? ഗുരുവിനോട് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചോദിച്ചത് എന്ന് പത്രോസ് മറ്റുള്ളവരെല്ലാം ക്ഷുഭിതരാകുന്ന ഒരു രംഗം അവിടെ കാണുന്നുണ്ട്. ഒരേ ഒരു കാരണം ഇതാണ്, കർത്താവിന് സ്നേഹിതന്മാരെ ശിഷ്യന്മാരെന്നുള്ള ഓമന പേരുള്ള നമ്മൾ ചോദിക്കേണ്ടതാണോ ചോദിച്ചത്? ആദ്യം നിന്റെ ബലഹീനത എന്താണെന്നറിയാം. ഈ ആലയത്തിൽ ഈ പരിശുദ്ധമായ ബലിപീഠത്തിന് മുമ്പ് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കരുതേണ്ടത് ഈ ഒരു മനോഭാവമാണ്. ഈ ബലഹീനമായ നമ്മുടെ ചിന്തകളുണ്ടല്ലോ, നമ്മുടെ ചെയ്തികളുണ്ടല്ലോ, നമ്മൾ ആരും അറിയില്ല എന്ന് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് എന്തുമാകാം. ലഹരിയോടുള്ള ആസക്തിയാകാം, ജഡത്തോടുള്ള ആസക്തിയാകാം, മറ്റുള്ള ബന്ധനങ്ങളാകാം, അതല്ലെങ്കിൽ നമ്മുടെ വൈകാരികമായ സന്തുലനാവസ്ഥ ഇല്ലാത്ത അവസ്ഥയാകാം, പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാകാം, ദേഷ്യപ്പെടുന്ന അവസ്ഥയാകാം, കോപിച്ച് വളരെ ക്ഷിപ്രകോപത്തോടെ നാശനഷ്ടം ഉണ്ടാക്കുന്നതാകാം, അതല്ലെങ്കിൽ സംശയാസ്പദമായി എപ്പോഴും എല്ലാവരെയും വീക്ഷിക്കുന്ന ഒരു ക്യൂരിയോസിറ്റി, അന്വേഷണത്തോടെയുള്ളവരായിട്ട് മാറിയവരാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നവരാകാം. സ്വന്തമായ കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ എല്ലാം തികഞ്ഞവനാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്നവരാകാം. അതല്ലെങ്കിൽ എന്നേക്കാൾ നീ കൂടുതലൊന്നും മെച്ചമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ന്യായീകരിക്കുന്നവരാകാം. പല വിധമുള്ള വൈകാരികമായ ബലഹീനതകളുടെ അടിമകളാണ് നമ്മൾ ഓരോരുത്തരും. ഈ അടിമത്വത്തിൽ നിന്ന് ഒന്ന് കയറണം. ഈ അടിമത്തിൽ നിന്ന് കയറുമ്പോൾ നീ എന്താണ് എന്നെ ആവശ്യപ്പെടുന്നത്, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്നുള്ള ബോധ്യം നിനക്ക് മനസ്സിലാകും. അങ്ങനെ നിനക്ക് ബോധ്യപ്പെട്ടാൽ നീ കർത്താവ് യേശു മിശിഹ പഠിപ്പിച്ചതുപോലെ ശുശ്രൂഷ ചെയ്യാനുള്ള താഴ്മ നീ കാണിക്കും, ശുശ്രൂഷ ചെയ്യാനുള്ള എളിമ നീ കാണിക്കും. നിന്നേക്കാൾ യോഗ്യനെന്ന് കാണുന്നവരുടെ മുമ്പിൽ നീ എളിമപ്പെടും. നിന്നേക്കാൾ യോഗ്യനെന്ന് കാണുന്നവരുടെ മുമ്പിൽ നീ സ്ഥിരീകരിക്കുന്നവരുടെ മുമ്പിൽ നീ അനുസരണബോധമുള്ളവരാവും. നീ തർക്കിക്കില്ല, നീ വിവേകപൂർവ്വം ശാന്തതയോടെ അതിനെ കേൾക്കും, ഉത്തരം കൊടുക്കും. അതല്ലെങ്കിൽ പൊട്ടിത്തെറിക്കില്ല. വൈകാരികമായ ശക്തി നീ പ്രകടിപ്പിക്കാൻ നോക്കില്ല. കുടുംബാന്തരീക്ഷം ഇപ്രകാരം എളിമ കൊണ്ടും വിനയം കൊണ്ടും സ്വാർത്ഥമായി എല്ലാം വിട്ടെറിഞ്ഞ് സ്നേഹത്തിൻ്റെ കൂടാരമായി മാറുമ്പോഴാണ് പ്രിയപ്പെട്ട മക്കളെ ഈ സ്നേഹത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകുകയുള്ളൂ. ഈ പങ്കുവെപ്പ് കുടുംബത്തിലുണ്ടാകണം. ഭാര്യയും ഭർത്താവും ഇതിൽ ആരാണോ വലുത്? മക്കളാണോ, ഭാര്യയാണോ, ഭർത്താവാണോ?
പരസ്പരം ചോദിച്ചറിഞ്ഞ് ആരാഞ്ഞ് ജീവിക്കുന്ന കുടുംബം എത്രയോ മാതൃകാപരമാണ്. എൻ്റെ ധാർഷ്ട്യം കൊണ്ട് ഞാൻ എൻ്റെ കുടുംബജീവിതത്തിൽ ഭരണകർത്താവ് ജീവിക്കുമെന്നുള്ള ഒരു ദുർമോഹം ജീവിത പങ്കാളിയെ ഭർത്താവിനുണ്ടോ? ഞാൻ എൻ്റെ രഹസ്യാത്മത കൊണ്ട് എല്ലാ കാര്യങ്ങളും വീട്ടുകാരും ഞാനാണ് നടത്തുന്നതെന്നുള്ള ബോധ്യം ജീവിത പങ്കാളിയെ ഭാര്യയ്ക്കുണ്ടോ? അതല്ലെങ്കിൽ അമ്മയെന്ന സ്ഥാനത്ത് ഞാൻ ചെയ്യുന്നതെല്ലാം അതിനെനിക്കൊരു നേട്ടമുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന മാതാപിതാക്കളാണോ? എല്ലാം ഒരു അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം. കുടുംബജീവിതം സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും ജീവിതമാണ്. ഓണം ആഘോഷിക്കാൻ നമ്മളെല്ലാം കാത്തിരിക്കുക. ഔദ്യോഗികമായി ഇന്ന് നമ്മൾ ഇവിടെ ഓണം ആഘോഷിക്കുക. ഈ ഓണാഘോഷത്തിൻ്റെ പൊരുൾ സ്നേഹത്തിൻ്റെ ധാരയോടെ ഒഴുകണം, കൂട്ടായ്മയുടെ ധാരയൊഴുകണം. വെല്ലുവിളികളല്ല, എതിർപ്പുകളല്ല, ലാളിത്യവും എളിമയും നമ്മളിൽ കുടികൊള്ളണം. നമ്മുടെ സ്നേഹത്തിൻ്റെ വലിയ തരംഗം നന്നായി ഇവിടെ ഒഴുകണം. ആത്മീയമായ തുറവി നമുക്കുണ്ടാകണം. എന്താണ് ന്യായമെന്ന് തിരിച്ചറിയണം. കേട്ടതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് തിരിച്ചറിയാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണം. എന്താണ് ഞാൻ കേട്ടത്, ഞാൻ എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആഴമായ ബോധ്യം വേണം. ഇങ്ങനെയെല്ലാം വരുമ്പോൾ കുടുംബജീവിതം അച്ചടക്കമുള്ള സ്നേഹത്തിൻ്റെ കൂടാരമായി മാറും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇപ്രകാരം ദൈവസ്നേഹത്തിൻ്റെ അനുഭവം നമ്മുടെ ഇടവക മുഴുവനും നിറഞ്ഞു നിൽക്കാൻ നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ.